നിങ്ങൾ ഈ അധികാര സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ ജനങ്ങളോട് നന്ദിയൊക്കെ പറയണത്. എന്നെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചാൽ നിങ്ങളേവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ വഴിപാടൊക്കെ പോയി കഴിക്കും. അമ്പലത്തിലും പള്ളിയിലൊക്കെ നിങ്ങൾ ഈ MLA ആയാലും മന്ത്രി ആയാലും ഒക്കെ വഴിപാട് നേർന്നിട്ടൊക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതിനർത്ഥം നിങ്ങളെന്തോ ഒരു പൊസിഷനിലെത്തി, നിങ്ങളെന്തോ പഠിച്ച് പാസ്സായി, നിങ്ങൾ കുടുംബത്തിന് വേണ്ടി, കുടുംബം നോക്കാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിനെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് പണം സമ്പാദിക്കാൻ വേണ്ടി, പ്രോപ്പർട്ടീസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്ഥാനം ലഭിച്ചു. അത് ഞങ്ങളായിട്ട് ഉണ്ടാക്കി തന്നു എന്ന് നിങ്ങൾ വിചാരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നന്ദിയൊക്കെ പറഞ്ഞ വഴിപാടൊക്കെ പോയി കഴിക്കണത്. സത്യത്തിൽ അങ്ങനെയല്ല. ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണം. കാരണം ഞങ്ങളാണ് നിങ്ങൾക്ക് വോട്ട് തരുന്നത്. ഞങ്ങളാണ് പണിയെടുത്തിട്ട് അതിൽ നിന്നൊരു പങ്ക് ഈ ഖജനാവിലേക്ക് കടക്കുന്നത്. അപ്പം ഞങ്ങളുടെ സുഖസൗകര്യങ്ങളാണ് പ്രധാനം. നിങ്ങൾ സുഖിക്കണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ഏറ്റവും പ്രധാനം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സുഖസൗകര്യം. അതായിരിക്കണം ഒരു ഭരണാധികാരിയുടെ ആത്യന്തികമായ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ടാണ് മറ്റത്. ഓക്കെ, ഞാനത് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഇത് എല്ലാവരോടും കൂടിയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും, നമ്മളെ ഭരിച്ച ഇന്ന് 70 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവരോടൊക്കെ തന്നെയാണ്. ഭരിച്ചതും ഭരിച്ചു കഴിഞ്ഞവരും ഇപ്പോൾ ഭരിക്കാൻ തയ്യാറെടുക്കുന്നവരോടും കൂടിയാണ്, എല്ലാവരോടും കൂടിയാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, എല്ലാ മന്ത്രിമാരും, എല്ലാ MLA മാരും